മലയാളികൾ 2 ദിവസമായി ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്ത നടൻ മോഹൻ ശങ്കർ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന വിഷമത്തെക്കുറിച്ചുമാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും മകളും നടികളാണ് എന്ന് പലർക്കും അറിയില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ലക്ഷ്മിയും നടി ഐശ്വര്യയുമാണ് മകളും ഭാര്യയും അദ്ദേഹത്തിൻ്റെ. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ലക്ഷ്മിയുടെ ജീവിതത്തിൽ എല്ലാമെല്ലാമായിരുന്നു അദ്ദേഹം. ലക്ഷ്മിയുടെ മുൻ ഭർത്താവും നടി ഐശ്വര്യയുടെ വളർത്തച്ഛനുമാണ് അദ്ദേഹം. മോഹൻ ശർമ്മയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പിലൂടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ അറിയുന്നത്. മോഹൻ ശങ്കറിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നൊരു വാർത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുന്നത്. 2 പ്രശസ്തമായ നടികളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻ ശർമ്മയുടെ വാർത്തകൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കുന്നുണ്ട്. 69 വയസ്സായ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന വാർത്തയോടൊപ്പം തന്നെ ഇപ്പോൾ വൈറലാകുന്നത് വെറും 5 വർഷം മാത്രം നീണ്ടു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ദാമ്പത്യത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ബന്ധത്തിലുള്ളൊരു മകൾ തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഐശ്വര്യ. ഐശ്വര്യയും ശിവചന്ദ്രൻ സംയുക്ത എന്ന് പറയുന്ന 2 മക്കളാണ് അവർക്കുള്ളത്. ലക്ഷ്മി ഇദ്ദേഹത്തിനെ വിവാഹം കഴിച്ചതിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോയിരുന്നു, ശിവചന്ദ്രൻ എന്നത്. അതിന് മുൻപ് തന്നെ, അതായത് മോഹൻ ശർമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഭാസ്കർ എന്നൊരു ഭർത്താവ് കൂടി ഉണ്ടായിരുന്നു. അതിലെ മകളാണ് ഐശ്വര്യ. അതായത് മോഹൻ ശർമ്മ നടി ലക്ഷ്മി വിവാഹം കഴിക്കുന്ന സമയം നടി ഐശ്വര്യ ഉണ്ടായിരുന്നു. ഭാസ്കറിൻ്റെ മകളായിരുന്നു ഐശ്വര്യ. ഭാസ്കറുമായിട്ടുള്ള വേർപിരിയലിന് ശേഷമായിരുന്നു മോഹൻ ശർമ്മയെ ലക്ഷ്മി വിവാഹം കഴിച്ചത്. എന്നാൽ വെറും 5 വർഷം മാത്രമായിരുന്നു ആ ബന്ധം നീണ്ടു നിന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പണ്ടത്തെ യുവതലമുറയെ കുളിരരിപ്പിക്കുന്ന സിനിമകളിലെല്ലാം തന്നെ മോഹൻ ശർമ്മയും അതുപോലെ നടി ലക്ഷ്മിയും ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഇവരുടെ പ്രണയമെല്ലാം പൂവണിഞ്ഞത്. അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു ഇവരുടെ എല്ലാം ആത്മബന്ധവും. അവിടെ നിന്ന് പ്രേക്ഷകർ പിന്നീട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കാനും തുടങ്ങി. പ്രേക്ഷകർ ഓരോന്നോരോന്നും അറിയാനും തുടങ്ങി. ഇതിലൂടെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ ജനിച്ചു വളർന്നവർ എല്ലാം ഐശ്വര്യ സ്വപ്നത്തിന് തുല്യമായ ജീവിതത്തിനായിരുന്നു അദ്ദേഹം നോക്കിയിരുന്നത്. പൈസ ഉണ്ടായിരുന്ന സമയത്തെല്ലാം തന്നെ മകൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എത്തിക്കാനും ഒരു വളർത്തച്ഛനായും ഒക്കെ തന്നെയും അദ്ദേഹം നിന്നിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.